പേര് ജിൻസി. എൻ്റെ അനിയത്തി ജിൻസുവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഇവൾ സൗദിയിൽ നേഴ്സാണ്. ജനുവരി 5-ാം തീയതിയാണ് ഇവൾ നാട്ടിൽ വന്നത്. ജനുവരി 13-ാം തീയതി 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ജനുവരി 13-ാം തീയതി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വന്നു. BP ആ മിഷനിലുള്ളിടത്തോളം BP ഉണ്ടായിരുന്നു ഇവൾക്ക്. 14-ാം തീയതി വൈകിട്ട് ഇവളെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. എമർജൻസി ആയിട്ട് ആംബുലൻസിലാണ് കൊണ്ടുപോയത്. പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നു, കാരിത്താസിൽ ചെന്നു. അവിടെ ചെന്നപ്പം 240, 120 ഉണ്ടായിരുന്നു BP. മിഷനിലുള്ളിടത്തോളം BP ഉണ്ടായിരുന്നു ഇവൾക്ക്. രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ വന്ന് കണ്ടു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഞങ്ങൾ കടന്നുപോയ അവസ്ഥ. ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു. കുഞ്ഞിനെ എടുത്ത് ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്തു. ഓക്കെയാണ് സാറ് വന്ന് പറഞ്ഞു, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ നിമിഷം തന്നെ ഇവൾക്ക് ഫിക്സ് അടിച്ചു. ആൾ നോർമൽ അല്ലാതായി. വെൻറ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ നിമിഷം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഇവളുടെ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു, പിന്നെ ഒമാനിലായിരുന്നു. കുഞ്ഞുണ്ടായ ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്. ഡോക്ടർ അവിടുന്ന് പറഞ്ഞു HB 6 പോയിൻ്റേ ഉള്ളൂ, ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ട്. പെട്ടെന്ന് ഇവളെ MICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടുന്ന് ലിവർ 80% ലിവർ ഡാമേജ് ആയി. ഒരു സൈഡ് ലിവർ മൊത്തം പോയി. ഞാൻ ഇവളെ കാണാൻ വേണ്ടി MICU കയറുവാണ്. രാവിലെയും വൈകിട്ടും അവർ പറയുന്ന സമയത്തേ കയറാൻ പറ്റത്തുള്ളൂ. മോർണിംഗ് കയറിയപ്പോൾ ഇവൾ പറയാണ്, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, നീ കൃപാസനത്തിൽ വരെ പോകണം, അവിടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം. ഉറപ്പായിട്ട് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ ഞാൻ രക്ഷപ്പെടും, ഉറപ്പാണ്, നീ എനിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് കാരിത്താസിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 12:15 ആയി കാണും. അന്നേരം വെളിയിൽ അച്ഛനെ കണ്ടു. അച്ഛൻ അന്നേരം പറഞ്ഞു, ഇനിയും കൊച്ചെ അച്ഛനെ കാണാൻ ഒരു സാധ്യതയില്ല, അച്ഛനെ കാണാൻ പറ്റത്തില്ല, ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ല, പോയിട്ട് അടുത്ത ദിവസം വരിക. അച്ഛൻ പറയാം, അച്ഛൻ കാണാൻ പോകാൻ പറ്റത്തില്ല. അവൾ എന്നോട് പറഞ്ഞു വിട്ടേക്കുന്ന അച്ഛനെ കണ്ട് പ്രെയർ എൻ്റെ കാര്യം പറഞ്ഞിട്ടേ നീ ഇങ്ങോട്ട് വരാവുള്ളെന്ന് പറഞ്ഞാൽ വിട്ടേക്കുന്നത്. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇവിടെ ടോക്കൺ എടുക്കുക, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തു, ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛന് അന്നേരം വേറൊരു ബ്രദർ എന്നോട് പറഞ്ഞു, ഫോട്ടോ ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല, അല്ലെ ഹസ്ബൻഡ് വരണം. ഹസ്ബൻഡ് അവിടെ നിൽക്കുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. കുഞ്ഞ് ICUവിലാണ്, 15 ദിവസം ICUവിലായിരുന്നു കുഞ്ഞ്. ഇവിടെ വന്നു, ഞാൻ ഫോട്ടോ എടുത്തു, അവിടെ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. അച്ഛനെ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അച്ഛനെ ഞാൻ കണ്ടു. തിരിച്ച് ഞാൻ അവിടെ ചെന്നു. എല്ലാ ദിവസവും പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഇവളെ ICUവിൽ 34 ദിവസം ICU കിടന്ന ആളാണ്. ഇവൾ ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയായിരുന്നു. അതായത് പ്രഗ്നൻസി സമയത്ത് BP ഹൈ ആകുന്ന അവസ്ഥ, പെട്ടെന്ന് എക്ലാംഷ്യ, പ്രീ എക്ലാംഷ്യ എന്നീ 2 അവസ്ഥകളിലൂടെയാണ് ഇവൾ കടന്നു പോയത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു. ഇവളുടെ ഹസ്ബൻഡ് കാണാതെ ഞാൻ ഡോക്ടറെ കയറി കാണും. ഇവൻ പെട്ടെന്ന് വയലൻ്റ് ആകും, പെട്ടെന്ന് വിഷമം വരും, പല രക്ഷപ്പെടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഡോക്ടേഴ്സ് മെഡിക്കലായിട്ട് അവർ മീറ്റിംഗ് കൂടി ഞങ്ങളോട് പറഞ്ഞു, ജിൻസു രക്ഷപ്പെടില്ല, ഒരു കാരണവശാലും ജിൻസു രക്ഷപ്പെടില്ല. എന്നാലും ഞാൻ വിശ്വാസത്തോടെ എന്നും ഈ തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാനും ഓർത്തു ഇവൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്നാണ് ഓർത്തത്. എന്നിട്ട് ഒരു 31-ാമത്തെ ദിവസം ഞാൻ ഇവനോട് കയറി കാണാൻ ചെന്നപ്പോൾ ഇവൾ എന്നോട് പറയുവാണ്, ഞാൻ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ എന്തിനാ എല്ലാ ദിവസവും വന്ന് എന്നെ ഇങ്ങനെ കണ്ട് ശല്യം ചെയ്യുന്നേ, ഞാനങ്ങ് മരിച്ചു പോവായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കഴിഞ്ഞേനെ, നിങ്ങൾ ഓക്കെ ആയേനെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു. ഞാൻ എന്നിട്ട് റൂമിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നാണേലും ഇവൾ രക്ഷപ്പെടില്ലെന്നറിയാം, എന്നാലും ഞാൻ നാളെ രാവിലെ മോർണിംഗ് ചെല്ലുമ്പം ഇവളോട് ഞാൻ പറയും, മോനെ, മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കഴിയുമ്പം നിന്നെ റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം മാറ്റില്ലെന്നറിയാം. പക്ഷെ ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവേ, മാതാവിന് ഞങ്ങളുടെ പൈസ ആണെങ്കിലും ഒരു ലക്ഷങ്ങൾ പൈസ ആയി, ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റില്ല, മാതാവേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ പറയുവാണ്, അന്ന് പ്രെയർ ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് ഡോക്ടർ പറയുവാണ്, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുകയാണ്, ജിൻസുവിനെ ഇന്ന് വൈകിട്ട് റൂമിലോട്ട് മാറ്റുക കേട്ടോ എന്ന് പറഞ്ഞു.
എന്നിട്ട് ഇവൾക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റത്തില്ല. ICUവിൽ ഓക്സിജൻ്റെ ആ സപ്പോർട്ടോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം ഉടനെ ഡോക്ടർ സാറ് വന്ന് MICUവിലെ സാറ് വന്നിട്ട് പറയാണ്, ജിൻസു ഞാനിത് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞിട്ട് സാർ ഓടി വന്ന് ഇതെടുത്ത് മാറ്റി ദൂരോട്ട് കളയുക. എന്നിട്ട് റൂമിൽ ഇവൾ വന്നു. ഇവൾ വയറ് സ്ട്രോമക്ക് മൊത്തം ഈ ലിവർ ഡാമേജ് ആയതിൻ്റെ ഈ സ്കിന്നെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ തൈലം എല്ലാ ദിവസവും ഇവൾ ഉറങ്ങത്തില്ല, ഒരു തുള്ളി പോലും ഉറങ്ങുകയില്ലായിരുന്നു. ഈ ICU കിടന്ന് പിന്നെ രോഗത്തിൻ്റെ പ്രയാസം പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവൾ ഉറങ്ങില്ലായിരുന്നു. അന്നേരവും ഞാൻ ഈ തൈലം പുരട്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഇന്ന് ഇവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജിൻസു. ഞാൻ നേരത്തെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അത് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ SICUവിൽ അബോധാവസ്ഥയിലായിരുന്നപ്പോഴും ഞാൻ പറയുമായിരുന്നെന്ന് ഇവർ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അതിനുശേഷം എനിക്ക് വയ്യാണ്ടായി എന്നെ വീണ്ടും MICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. MICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ അവിടെ എന്നും വൈകിട്ട് കൊന്തയും രാവിലെ കുർബാനയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും അത് കേൾക്കുമായിരുന്നു. പിന്നീടാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി എന്തായാലും കൊള്ളാം, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമേ ചേച്ചിയോടും ഹസ്ബൻഡിനോടും പറയുവാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്നാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന്. അങ്ങനെ ചേച്ചി ആദ്യമേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് ഇവർ തൈലം കൊണ്ടുവന്ന് തേക്കുകയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇന്നിപ്പം റിപ്പോർട്ട് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഡേ റിപ്പോർട്ട് കുറയും. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് തോന്നി ചേച്ചി പോയതിലും കൂടുതൽ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൗഖ്യം പെട്ടെന്ന് കിട്ടുമെന്ന്. അങ്ങനെ ചേട്ടായിക്ക് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കുറേ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും പോയേ പറ്റൂ, ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കി. അങ്ങനെ വഴക്കുണ്ടാക്കിയതിന് നെക്സ്റ്റ് ഡേ ചേട്ടായിയും വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ അത്രയ്ക്കും നോർമൽ അവസ്ഥയിലല്ലായിരുന്നു, കുറച്ച് കോൺഷ്യസ് അങ്ങനെയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കെന്തോ അങ്ങനെ ഫീലായി മാതാവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നത് പോലെ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ ഒരു ദിവസം ഒഴിച്ച് എനിക്ക് ബോധം വന്ന് തുടങ്ങിയ ദിവസം തൊട്ട് എല്ലാ ദിവസവും കുർബാന കൊണ്ടുവരും. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കുർബാന വരുന്നത്. കാരണം എനിക്ക് ഫുൾ ഡേ രാത്രി ഉറങ്ങാനേ പറ്റില്ല. ഞാൻ 32 ദിവസം ICUവിലായിരുന്നു. ഒറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. സമയം കണ്ടെത്തുന്നത് അങ്ങനെയായിരുന്നു. രാവിലെ കുർബാന വരുന്നത് 6:30 6:45 ആകുമ്പോഴാണ്. അപ്പം സമയം 6:45 എന്നറിയാം. പിന്നെ 11 മണിയാകുമ്പോൾ ഇവരെന്നെ കാണാൻ വരും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 11 മണിയാണെന്ന്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമെല്ലാം ഞാൻ കുർബാന സ്വീകരിക്കുമായിരുന്നു. കുർബാന ഇറക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. കുർബാന ആദ്യമേ സിസ്റ്റർ കുർബാന കൊണ്ടു തരും. അതിനുശേഷം ആണെങ്കിൽ സിസ്റ്റർ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം തരത്തില്ല. കുറേ ദിവസം വെള്ളം തരാത്ത അവസ്ഥയായിരുന്നു. അപ്പം കുർബാന ഇറങ്ങി പോകണമെങ്കിൽ എന്തായാലും വെള്ളം വേണം. കുർബാനയ്ക്ക് വേണ്ടി മാത്രം വെള്ളം തരുന്ന ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കെന്തോ ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഞാൻ സൗഖ്യപ്പെടുമെന്ന്. കാരണം എനിക്ക് ഇറങ്ങി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞാൻ ജനുവരി 15 കാരിത്താസിൽ അഡ്മിറ്റായി. ഞങ്ങൾ ഫെബ്രുവരി 27 ഡിസ്ചാർജായി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പം ചെറുതായിട്ട് നടക്കാം, പക്ഷേ ഞാൻ കട്ടിലിൽ കിടന്നാൽ പോലും എന്നെ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുമ്പോഴാണെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ടും എനിക്ക് ഉറക്കമൊന്നും ശരിയാകണില്ലായിരുന്നു. ഞാനപ്പം കൊന്ത ചെല്ലി ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉറങ്ങിയത്. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എനിക്കിന്ന് നടക്കാൻ പറ്റും. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എന്നാലും മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇനി എന്തായാലും സൗഖ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ മാരീഡായ സമയം തൊട്ട് എനിക്കിവിടെ വരണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, പച്ചത്തിരി വേണം, നീലത്തിരി, അങ്ങനെ യൂട്യൂബിൽ കണ്ട് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ മൊത്തത്തിൽ ഓക്കെയൊന്നുമല്ല, എന്നാലും ഇന്ന് എനിക്ക് വരാൻ പറ്റി. ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് 100% ഉറപ്പാണ് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഈ ഉടമ്പടി പൂർത്തിയാക്കും. നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എന്തായാലും ഞാനൊരു പച്ചയായ സാക്ഷ്യമാണ്. കാരണം ഞാൻ മരിച്ചു പോകും, ഞാൻ ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നെ മാതാവ് രക്ഷപ്പെടുത്തിയെങ്കിൽ നിങ്ങളുടെയും എല്ലാ ആഗ്രഹവും സാധിക്കും. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ദൈവമാതാവിന് നന്ദി. എൻ്റെ പേര് ജെഫിൻ എന്നാണ്. ഞാനിവൾക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആയിരുന്നു, കാരിത്താസിലായിരുന്നു. ഇവള് എന്നോട് പറഞ്ഞു
ഇതുവരെ കൃപാസനത്തിൽ പോയില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മാതാവിനെ നന്ദി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിന് മാതാവിനെയും കൂട്ടി എവലിൻ മരിയ ജെഫിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മാതാവിൻ്റെ കുഞ്ഞാണ്. നാട്ടിൽ ഞാൻ വയ്യാതെ കിടന്നപ്പം ഹസ്ബൻഡിൻ്റെ പള്ളിയിലും ഞങ്ങളുടെ പള്ളിയിലും അങ്ങനെ ഈ കൃപാസനത്തിൽ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവളെ കൃപാസന കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കാരിത്താസ് ഹോസ്പിറ്റലിൽ എവിടെ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവിടുത്തെ മിറാക്കിൾ ബേബി ആൻഡ് മമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെ മാതാവിന് നന്ദി. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ജിൻസു മാത്യു എന്ന ഈ മകളുടെ അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾ വെന്റിലേറ്ററിൽ നിന്നും SICUവിലേക്കും സർജിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്കും അവിടെ നിന്ന് പാതിബോധത്തോടുകൂടി മെഡിക്കൽ ICUവിലേക്ക് മകൾ മാറുമ്പോൾ ഓർമ്മ വന്ന ആദ്യ നിമിഷം മുതൽ മകൾ ആദ്യം ചോദിച്ചത് കൃപാസനത്തിൽ പോയി എനിക്ക് വേണ്ടി ആരും ഉടമ്പടി എടുത്തില്ല എന്നാണ്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും. കാരണം ജീവൻ മുഴുവനും തീർന്നിരിക്കുമ്പോഴും മാതാവിൻ്റെ അരികിൽ വന്നാൽ കണ്ണീര് തുടയ്ക്കപ്പെടുമെന്ന്, ജീവൻ തിരികെ കിട്ടുമെന്ന്, ആരൊക്കെ എതിരി നിന്നാലും മരുന്നൊന്നുമില്ലെങ്കിലും എഴുന്നേൽക്കില്ലെന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് പറഞ്ഞാലും അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതം തിരികെ തരുമെന്ന് മകളുടെ ഉള്ളിലുള്ള വിശ്വാസം. മകൾ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ മകൾ അമ്മയുമായിട്ട് ചേർത്ത് വെച്ച ഹൃദയബന്ധത്തിൻ്റെ ഉറപ്പാണ് മകൾ ആദ്യം തന്നെ സഹോദരിയോട് എത്രയും വേഗം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുവാൻ നിർദ്ദേശിച്ച് സഹോദരി വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ജീവിത പങ്കാളിയോട് ഇത്ര നാളായിട്ടും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തില്ലേ എന്ന് കലഹിച്ച് ചോദിച്ച് പങ്കാളിയെ പറഞ്ഞു വിട്ട് പങ്കാളിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത്. വീണ്ടും ഉടമ്പടി തൈലം പൂശി മകളെ സഹോദരി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും അമ്മ മാതാവിന് ഉടമപ്പെടുത്തുമ്പോൾ ഒരു ദിനം അവൾ തന്നെ ആകെ അസ്വസ്ഥമായി. ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾക്കിനി കുഴപ്പമില്ലല്ലോ, എല്ലാ പ്രശ്നവും തീരുമല്ലോ എന്ന് കരുതി അവളിങ്ങനെ പാതിബോധത്തിൽ പറഞ്ഞത് സഹോദരി മുറിയിൽ വന്നിരുന്ന് മാതാവിനോട് നിലവിളിയായി തീർക്കുകയാണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഞാൻ അവളോട് 2 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങുമെന്ന് പറയാൻ പോകുന്നു, അമ്മ കൂടെ നിന്ന് സഹായിക്കണമെന്ന്. അതേ പറയാനുള്ളൂ. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത അതാണ്. അവരൊരു തീയതി, ഒരു ദിവസം, ഒരക്കം മനസ്സിൽ കണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അത് കണ്ണീരോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ കൊടുത്താണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതെന്നും അമ്മ ആദരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മകൾ പറയുന്നുണ്ട്, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ സന്ധ്യയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നു മകളെ മുറിയിലേക്ക് മാറ്റുകയാണ്. അത്ര ദിവസം 10-36 ദിവസം ഓക്സിജനിൽ കഴിയുന്ന മകളോട് ഓക്സിജൻ കുറയ്ക്കുന്നു എന്നല്ല പറഞ്ഞത്, ഓക്സിജൻ മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഓക്സിജൻ മാറ്റി മകളെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. അല്പ ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നു. നടക്കില്ലെന്ന് പറഞ്ഞ മകൾ ആരോഗ്യത്തോടെ നടന്ന് സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഇന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ലോകത്തോട് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്. എൻ്റെ ജീവൻ കൃപാസന മാതാവ് ആരോഗ്യത്തോടെ തിരികെ നൽകിയതാണ്. എൻ്റെ ബോധത്തിലും അബോധാവസ്ഥയിലും ഞാൻ അമ്മയോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി എൻ്റെ സഹോദരിയും ജീവിത പങ്കാളിയും എൻ്റെ ജീവിതത്തെ കൊടുത്തപ്പോൾ അമ്മ എനിക്ക് നൽകിയതാണ് തിരുക്കുമാരിൽ നിന്നും ഈ ആയുസ്സും ഈ ആരോഗ്യവുമെന്ന്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ സാക്ഷ്യം ഹൃദയത്തിൽ തട്ടിയാണ് കേട്ടുകൊണ്ടിരുന്നത്, കണ്ണ് നിറഞ്ഞാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഇത്രയും ചെറുപ്പമുള്ളൊരു മകള് തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുന്നതിന് മുമ്പ് കടന്നുപോയ ജീവിതത്തിൻ്റെ വലിയ ദുരന്തത്തെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. 2004 ഡിസംബർ 7 ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ട അമ്മ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്തത് ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്താവസ്ഥയിലും അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹത്തിനുള്ള വഴി തുറക്കുമെന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെക്കുകയാണ്. മകൾക്ക് ലഭിച്ച
ഈ രോഗസൗഖ്യത്തിന്, ഈ രണ്ടാം ജീവിതത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.